അങ്ങനെ 2023 കഴിഞ്ഞ് 2024 എത്തുമ്പോൾ ഒരുപാട് നല്ല സിനിമകളും സീരീസുകളൊക്കെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ 2024 ഞാൻ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സീരീസ് നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓരോ സിനിമകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഏതാണ് സിനിമ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇന്ത്യൻ സിനിമകളിൽ നിന്ന് തുടങ്ങാം. ആദ്യത്തെ L2 അല്ലെങ്കിൽ എമ്പുരാൻ ഈ വർഷത്തെ വൺ ഓഫ് ദി മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയാണ്. പ്രത്യേകിച്ച് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ ആയിരിക്കും പ്രതീക്ഷയുണ്ട്. ഒരു നല്ല സിനിമ ആവുന്ന പ്രതീക്ഷയുണ്ട്. ദെൻ ഇന്ത്യൻ 2 ശങ്കർ കുറെ കാലമായിട്ട് ഒരുക്കുന്ന സാധനമാണ്. എന്താണ് ശങ്കർ പണി വെച്ചിരിക്കുകയെന്ന് കണ്ടറിയുന്ന ഒരു ആഗ്രഹമുണ്ട്. ട്രെയിലറൊന്നും വലിയ രസം ഉണ്ടായിരുന്നില്ല എന്നെ സംബന്ധിച്ച്. പക്ഷേ സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ദെൻ ബിലാൽ എന്ന സിനിമ അത് ഇറങ്ങുമെന്ന് അറിയില്ല. എമ്പുരാൻ പോലെ തന്നെ ഇറങ്ങുകയാണെങ്കിൽ ഈ വർഷത്തെ വലിയ റിലീസുകളിലൊന്ന് അല്ലെങ്കിൽ വലിയ സിനിമകളിലൊന്നായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് ബിലാൽ. ദെൻ റാം എന്ന ചിത്രം ജിത്തു ജോസഫും ലാലേട്ടനും കൂടെ ഒന്നിക്കുന്ന മറ്റൊരു ചിത്രമാണ്. സോ ഇതും ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു മൂവിയാണെന്ന് പറയാം. ദെൻ അജയന്റെ രണ്ടാം മോഷണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലറാണ് സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ റിലീസ് ഡേറ്റ് ഒരുപാട് പുഷ് ചെയ്ത് പോകുന്നുണ്ട്. സ്റ്റിൽ 24 നമ്മൾ കാണും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷയുണ്ട്. ദെൻ കത്തനാർ എന്ന ചിത്രം ഇതും മലയാളത്തിന്റെ തലവരെ മാറ്റിയെടുക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്നുള്ള പ്രതീക്ഷയുണ്ട്. ദെൻ ബ്രഹ്മയുഗം മമ്മൂക്കയുടെ ഒരു വേറെ ട്രാക്കിൽ പോകുന്ന ഒരു ഹൊറർ വൈബിളുള്ള ഒരു മൂവിയാണ്. ഫസ്റ്റ് പോസ്റ്റർ തന്നെ നമുക്ക് ധാരാളം. സോ സിനിമ എങ്ങനെയുണ്ട് നമുക്ക് കാത്തിരിക്കാം. ദെൻ മലൈക്കോട്ടെ വാലിബൻ LJP ലാലേട്ടൻ കൂട്ടുകെട്ടിൽ വരുന്ന അല്ലെങ്കിൽ മലയാളത്തിന് മോഹൻലാൽ അവതരിക്കുന്ന സിനിമ എന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. ഒരുപാട് പ്രതീക്ഷയുണ്ട് ഈ സിനിമയ്ക്ക്. ദെൻ ആടുജീവിതം അവാർഡ് കിട്ടിയില്ലെങ്കിലും ഒരു ഓസ്കാർ എൻട്രിക്ക് വകുപ്പുള്ള ഒരു സാധനമാണെന്ന് തോന്നുന്നുണ്ട്. അത്രയും ഡെഡിക്കേഷൻ അത്രയും ഹാർഡ് വർക്ക് കൂടി ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിമിലുള്ള നോമിനേഷനെങ്കിലും വരുമെന്ന് ഇറങ്ങുന്നതിന് മുമ്പേ പ്രതീക്ഷയുള്ള ഒരു മൂവിയാണ്. സിനിമ ഏപ്രിലൊക്കെയാണ് റിലീസ് ചെയ്യുന്നത്. ദെൻ ഫൈറ്റർ ഋതിക് റോഷൻ ചിത്രമാണ്. അത് ഈ ജനുവരി തന്നെ പുറത്തിറങ്ങുന്നുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെയിലർ ആയിരുന്നു സിനിമയ്ക്ക്. ദെൻ കൽക്കി 2898 AD പ്രഭാസും കമലഹാസൻ അമിതാഭ് ബച്ചൻ തുടങ്ങി വലിയ താരനിരയിലുള്ള ഒരു വലിയ സിനിമയാണ്. വലിയ സിനിമ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ തന്നെ ഏറ്റവും അധികം ബഡ്ജറ്റ് കൂടിയ പടം 800 കോടിയിലൊക്കെയാണ് സിനിമ ഒരുക്കുന്നത്. കണ്ടറിയണം കോശി. ദെൻ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1. സോ കാന്താരയുടെ പ്രീക്വലായിട്ട് പുറത്തിറങ്ങുന്ന സിനിമ. അതും 2 പാട്ടോ 3 പാട്ടൊക്കെ ആയിട്ടാണ് ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു ഫസ്റ്റ് പോസ്റ്റർ തന്നെ ഗംഭീരമായിരുന്നു. ദെൻ പുഷ്പ ദി റൂൾ അല്ലെങ്കിൽ പുഷ്പയുടെ പാർട്ട് 2. സോ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് ഈ KGF പോലെയൊക്കെ ഗംഭീര സാധനം എടുക്കണം എന്ന് പറഞ്ഞ് ഡിലേ ചെയ്തൊരു സാധനമാണ് പുഷ്പയുടെ പാർട്ട് 2. സോ ഇതിലും കുറച്ചൊക്കെ പ്രതീക്ഷയുണ്ട്. ദെൻ കങ്കുവ സൂര്യയുടെ ഈ വർഷത്തെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവീസിൽ ഒന്നാണ്. ഐ തിങ്ക് ഒരുപക്ഷെ വാഡിവേഴ്സിലൊക്കെ ഇറങ്ങിയില്ലെങ്കിൽ സൂര്യയുടെ ഏക റിലീസും കൂടിയായിരിക്കും ഇത്. ഒരുപാട് ഭാഷകളിൽ പുറത്തിറങ്ങുന്ന സിനിമയാണ്. ഇതിന്റെ ഒരു പ്രൊമോ മെറ്റീരിയൽ അടക്കം ഭയങ്കരധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ദെൻ ഗെയിം ചേഞ്ചർ ശങ്കറിന്റെ അടുത്ത പടമാണ്. രാംചരനെ വെച്ച് ഒരുക്കുന്ന സിനിമ. ഇതും ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണെന്ന് പറയാം. ദെൻ തങ്കളൻ ഇതിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ പുഷ് ചെയ്തിട്ടുണ്ട്. ജനുവരിയിലേക്ക് റിലീസ് ചെയ്യുന്ന സിനിമയായിരുന്നു. പക്ഷേ 24 തന്നെ പുറത്തിറങ്ങും. ഇതും ഭയങ്കരധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ചിത്രമാണെന്ന് പറയാം. ദെൻ ദളപതി 68 ഇതൊരു സൈഫൈ സിനിമ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താവും അറിയില്ല. അങ്ങനത്തെ ട്രാക്കിലൊക്കെ വിജയ് എടുക്കും എന്നുള്ളത് തന്നെ അതിശയം. കണ്ടറിയണം. ദെൻ തലൈവർ 170 അതായത് വേട്ടയൻ. ഇതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ തന്നെയാണ് സിനിമ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ദെൻ ചെറിയൊരു പ്രൊമോ പോലെ റിലീസ് ചെയ്തിരുന്നു. അതും ആന്റിസിപ്പേഷൻ കൂട്ടുന്നു. ദെൻ തഗ് ലൈഫ് ഈ ഉള്ള ലിസ്റ്റിൽ വെച്ച് തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തമിഴ് ചിത്രങ്ങളിൽ ഒന്നെന്ന് പറയാം. കാരണം മണിരത്നവും കമലഹാസനും കൂടി കുറേ വർഷത്തിന് ശേഷം പിന്നീട് ഒന്നിക്കുകയാണ്. പക്ഷെ അതിൻ്റെ പ്രൊമോ ഒരു രക്ഷയില്ലാത്ത സാധനം. ദെൻ വീടുതലൈ പാർട്ട് 1 ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പ ഹിറ്റായിരുന്നു. പാർട്ട് 2 അതേ ക്വാളിറ്റി തന്നെ നിലനിർത്തുന്ന ആ ഒരു കഥയുടെ പ്രോപ്പർ കംപ്ലീഷൻ പ്രതീക്ഷിക്കുന്ന ഒരു മൂവിയാണ്. ഇത് കഴിഞ്ഞിട്ടായിരിക്കും വാടിവാസലൊക്കെ ചെയ്യുക. സോ വാടിവാസലും ഈ വർഷം ഇറങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടറിയണം. ദെൻ ക്യാപ്റ്റൻ മില്ലർ ധനുഷിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നാണ് ക്യാപ്റ്റൻ മില്ലർ. ഒരു വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു മൂവി കൂടിയാണ്. ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു ചിത്രം കൂടിയാണ്. ദെൻ ആവേശം ഇതിന്റെ ആ ഒരു ഫസ്റ്റ് പോസ്റ്റർ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഇത് മറ്റേ നമ്മുടെ രോമാഞ്ചത്തിന് പ്രീക്വലാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചർച്ചകളൊക്കെ പോകുന്നുണ്ട്. നമുക്ക് കണ്ടറിയാം. ഒഫീഷ്യലായിട്ട് ഒന്നും തന്നെ വന്നിട്ടില്ല. അതേ ടീം ആയതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയുള്ള ഒരു മൂവിയാണ് ആവേശം. ഇതേപോലെ തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ. ഇതിന്റെ ആ ഒരു ഫസ്റ്റ് പോസ്റ്റർ റിലീസ് ചെയ്തിരുന്നു. 90s കിഡ്സിനൊക്കെ ഒരു പഴയ വൈബ് തരുന്ന സാധനമാണ്. ദെൻ തലൈവർ 171 നമ്മുടെ ലോകേഷ് കനകയുടെ ചിത്രം. ഇത് അടുത്ത വർഷം പുറത്തിറങ്ങുമെന്ന് ഡൗട്ട് ഉണ്ട്. എങ്കിലും അടുത്ത വർഷത്തെ റിലീസ് ഡേറ്റ് അല്ലെങ്കിൽ റിലീസ് ലേറ്റ് പറഞ്ഞിട്ടുള്ള ഒരു മൂവീസിലൊന്നാണ്. സോ ലോകേഷ് ചിത്രം ആയതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ വാനോളം. ദെൻ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞൊരു മലയാള ചിത്രം കൂടി പുറത്തിറങ്ങുന്നുണ്ട്. ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് 24 തന്നെ റിലീസ് ചെയ്യുന്നുണ്ടാവും. വിനീത് ശ്രീനിവാസൻ ചിത്രങ്ങൾക്ക് എപ്പോഴും ഒരു ഗ്യാരണ്ടി ഉണ്ട്. അത് അതേപോലെ തന്നെ ഉണ്ടാകുന്ന പ്രതീക്ഷയും. ദെൻ ടർബോ എന്ന് പറഞ്ഞ മമ്മൂക്ക ചിത്രം ഇതിന് അടിയിടിപ്പടാണെന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം. ഇതും പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ്. ഇനി നമുക്ക് നോൺ ഇന്ത്യൻ സിനിമകളിലേക്ക് പോയാൽ ആദ്യം തന്നെ ഏലിയൻ റോമുലസ് എന്ന് പറഞ്ഞൊരു സിനിമ പുറത്തിറങ്ങുന്നതാണ്. നമ്മൾ ഏലിയൻ ഫ്രാഞ്ചൈസിൽ നിന്ന് പുറത്തിറങ്ങുന്ന ചിത്രമാണ്. ദെൻ ഇൻസൈഡ് ഔട്ടിന്റെ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് വേറെ ലെവൽ സാധനമായിരുന്നു. ദെൻ കുംഫു പാണ്ട 4 ഒരുപാട് സമയം എടുത്തത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഈ കുംഫു പാണ്ടയുടെ ബേസ് ചെയ്തിട്ട് നെറ്റ്ഫ്ലിക്സിലൂടെ കുറെ സാധനങ്ങളൊക്കെ പടച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ദെൻ കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് നമ്മുടെ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ ചിത്രമാണ്. നല്ല കിടിലൻ ട്രെയിലറാണ്. നല്ല പ്രതീക്ഷയുള്ള ഒരു മൂവിയാണ്. ദെൻ മാഡം എന്ന് പറഞ്ഞൊരു സിനിമ പുറത്തിറങ്ങുന്നത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ സിനിമയാണ്. ദെൻ സോണിക്കിന്റെ 3rd പാർട്ട്. ദെൻ ക്വയറ്റ് പ്ലേസിന്റെ Day 1 ഇത് ഒരു പ്രീക്വലായിട്ട് അതായത് ആ ഒരു ക്വയറ്റ് പ്ലേസ് എന്ന സിനിമ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ക്വയറ്റ് പ്ലേസ് Day 1. സോ അതുകൊണ്ട് തന്നെ കാസ്റ്റിലൊക്കെ ഒരുപാട് ചേഞ്ച് ഉണ്ടാവും. എങ്കിലും 2 പാർട്ടും അടിപൊളിയായിരുന്നു. ഇത് 3rd പാർട്ടായിട്ട് പുറത്തിറങ്ങുന്ന പ്രീക്വലാണ്. ദെൻ ഡെഡ്പൂൾ 3 ഈ ഡെഡ്പൂൾ 3ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഹ്യൂ ജാക്ക്മാനും നമ്മുടെ റയൻ റെയ്നോൾഡ്സും കൂടി ഒരുമിച്ച് വരുന്നു. അതായത് ഡെഡ്പൂളും എക്സ്മാനും കൂടി എന്ന പ്രത്യേകതയാണ്.
പഴയ ആ ഒരു വിൻറ്റേജ് കോസ്റ്റ്യൂം അല്ലെങ്കിൽ കോമിക്കിൽ കാണുന്ന കോസ്റ്റ്യൂമൊക്കെയാണ് മൂപ്പർക്ക്. സോ ഒരുപാട് പ്രതീക്ഷയുള്ള ഉറപ്പായിട്ടും റിലീസ് ഡേറ്റ് കൺഫേം ആയിട്ടുള്ള ഒന്നാണ് 24 ഡെഡ്പൂൾ 3. ദെൻ ഫ്യൂരിയോസ, നമ്മുടെ മാഡ് മാക്സ് ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ ചിത്രം. നമ്മുടെ മാഡ് മാക്സ് ഫ്യൂരി റോഡ് എന്ന സിനിമയുടെ പ്രീക്വലായിട്ട് സർവ് ചെയ്യുന്ന ഒരു മൂവി കൂടിയാണ്. അതിൽ നമ്മൾ കണ്ടുള്ള ഫ്യൂരിയോസ് എന്നൊരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സിനിമ. ദെൻ ഇതിൽ മറ്റൊരു പ്രത്യേകത നമ്മുടെ ക്രിസ് ഹെംസ്വർത്ത് ഒക്കെ വില്ലൻ വേഷത്തിൽ വരുന്നു എന്നുള്ളതാണ്. കിഡിലൻ ട്രെയിലർ ആയിരുന്നു, ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന മൂവി കൂടിയാണ്. ദെൻ ജോക്കറിന്റെ സെക്കൻഡ് പാർട്ട്, ഇതും അടുത്ത വർഷം തന്നെയാണ് പുറത്തിറങ്ങുന്നത്. ദെൻ മുഫാസ, ലയൺ കിങ്ങിന്റെ സീക്വലായിട്ട് പുറത്തിറങ്ങുന്ന ഒരു മൂവി ആയിരിക്കും മുഫാസ, ഡിസ്നി ചിത്രമാണ്. ദെൻ ഡ്യൂണിന്റെ പാർട്ട് 2. സോ ഡ്യൂണിന്റെ പാർട്ട് 1 2023 തന്നെ പുറത്തിറങ്ങേണ്ടതായിരുന്നു, പക്ഷെ അവിടുത്തെ സ്ട്രൈക്ക് കാരണം മാറ്റി വെച്ചാണ്. ദെൻ പാർട്ട് 2 24 പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ ഗോഡ്സില്ല എക്സ്കോം ദ ന്യൂ എംപയർ, അവർ രണ്ടുപേരും കൂടി ടീം അപ്പ് ചെയ്തിട്ട് പുതിയൊരു വില്ലനെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഈ സിനിമയിൽ ചർച്ച ചെയ്യുക. മോൺസ്റ്റർ ബോസിന്റെ എക്സ്പാൻഷൻ കൂടിയാണ്. ഇത് മാത്രമല്ല മൊണാർക്ക് എന്ന് പറഞ്ഞൊരു സീരീസും കൂടി പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ ഇവര് ആപ്പിൾ TV പ്ലസിലൂടെ. സോ അതും ഇതൊക്കെ ആയിട്ട് ലിങ്ക് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. പിന്നെ ഗ്ലാഡിയേറ്റർ 2, റിഡ്ലി സ്കോട്ട് എത്ര വർഷത്തിന് ശേഷമാണ് ഇത് എടുക്കുന്നതെന്ന് അറിയില്ല. ഈ സിനിമയുടെ പ്ലോട്ട് എങ്ങനെയായിരിക്കും എനിക്കൊരു പിടിയില്ല, പക്ഷെ പ്രതീക്ഷകൾ വാനോളം ഉള്ള ഒരു മൂവിയാണ്. ഇദ്ദേഹത്തിന് നെപ്പോളിയൻ എനിക്ക് അത്ര പറ്റിയില്ല, പക്ഷെ ഇതിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ദെൻ ക്രേവൻ ദി ഹണ്ടർ, ഇതിന്റെ ട്രെയിലർക്ക് ഓൾറെഡി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. സിനിമ ഈ 2023 ഒക്ടോബറിൽ തന്നെ റിലീസ് ചെയ്യേണ്ട ഒരു മൂവിയായിരുന്നു, പക്ഷെ പുഷ് ചെയ്ത് അടുത്ത വർഷത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതും പ്രതീക്ഷയുള്ള മറ്റൊരു മാർവൽ ചിത്രമാണെന്ന് പറയാം. ദെൻ ലോർഡ് ഓഫ് ദി റിങ്സിന്റെ വാർ ഓഫ് ദി റോഹിറും, ഇതൊരു ആനിമേറ്റഡ് മൂവിയാണ്, ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ അല്ല. ദെൻ ആർഗൈൽ, ഇതൊരു സ്പൈ ആക്ഷൻ മൂവിയാണ്. ദെൻ ബെല്ലറീന, ഇത് നമ്മുടെ ജോൺ വിക് ഫ്രാഞ്ചൈസിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു മൂവി. അന ഡി ആർമസ് ആണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. സോ ഒരു നല്ല ഹൈ ഒക്ടൈൻ ആക്ഷൻ ത്രില്ലർ എന്നതുകൊണ്ട് മാത്രമല്ല ജോൺ വിക് ഫ്രാഞ്ചൈസിന്റെ തന്നെ ഒരു എക്സ്പാൻഷൻ കൂടി പ്രതീക്ഷിക്കുന്ന ഒരു മൂവിയാണ് ബെല്ലറീന. ദെൻ ബാറ്റ്ൽ ആൻഡ് ഹണ്ടേഴ്സ്, ഇതൊരു കൊറിയൻ ചിത്രമാണ്, നെറ്റ്ഫ്ലിക്സിലൂടെ ആയിരിക്കും റിലീസ് ചെയ്യാം. നമ്മുടെ കൊറിയയിലെ ഒട്ടുമിക്ക വലിയ കാസ്റ്റൊക്കെ തന്നെ ഉണ്ട്. നമ്മുടെ ഡോങ്ലി എന്നൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ പ്രതീക്ഷയുള്ളൊരു മൂവിയാണെന്ന് പറയാം. ദെൻ ഏലിയനോടിൻ്റെ സെക്കൻഡ് പാർട്ട്, ഇതിന് ഫസ്റ്റ് പാർട്ട് അടിപൊളിയാണ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് ഏലിയനോടിൻ്റെ ഈ സെക്കൻഡ് പാർട്ട്. ദെൻ ദി ഫോൾ ഗൈ എന്ന് പറഞ്ഞ ചിത്രം, ഇത് മറ്റൊരു ഡേവിഡ് ലീ ചിത്രമാണ്, നല്ലൊരു കിഡിലൻ ആക്ഷൻ ത്രില്ലർ എൻ്റർടൈനർ ആണ് പ്രതീക്ഷിക്കുന്നത്, അതെവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ദെൻ റോഡ് ഹൗസ് എന്ന ചിത്രം ജയ്ക്ക് ഹിലിയൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ്, ആമസോൺ പ്രൈം വീഡിയോയിലായിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യുക. ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ തന്നെ യൂണീക്കാണ്, സ്ക്രിപ്റ്റ് സെലക്ഷൻ അടിപൊളിയാണ്. സോ മറ്റൊരു ഗംഭീര സിനിമ ആയിരിക്കും ഇറങ്ങുന്നതിന് മുമ്പേ അറിയാം ഈ ഒരു ചിത്രം. ദെൻ സിവിൽ വാർ എന്ന് പറഞ്ഞ ഒരു A24 മൂവി പുറത്തിറങ്ങുന്നുണ്ട്, അലക്സ് ഗാർലാൻഡ് ഒരുക്കുന്ന ചിത്രമാണ്. ഇതിന്റെ ട്രെയിലർ ഭയങ്കരധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതും 24 തുടക്കത്തിൽ തന്നെ പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയാണ്. സോ ഇത്രയും സിനിമകളാണ് ഈ വർഷം ഞാൻ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകൾ. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരും വീഡിയോസിൽ അല്ലെങ്കിൽ വരും വർഷങ്ങൾ കടക്കുകയാണ് നമുക്ക് പറയാം. സോ ഈ പറഞ്ഞ ലിസ്റ്റിൽ തന്നെ നിങ്ങളെ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2024 സിനിമ ഏതെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.